ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുസ്മിതയുടെ വീട്ടിലേക്ക് ചന്ദ്രബോസും ഉപേന്ദ്രനും വന്നിരിക്കുന്നുണ്ട്. സത്യഭാമയ്ക്കെതിരെ അടുത്ത പ്ലാൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. നാളെയാണ് ലേലം. ഇപ്പോൾ സംസാരിക്കുന്നത് രോഹിത്തിനെ കുറിച്ചാണ്. വിഷ്ണുവിന്റെ ചങ്കിനിട്ട് ഒരു കൊട്ട്, അത് മാത്രമാണ് രോഹിത്. കാര്യങ്ങളെല്ലാം നടന്നു കഴിയുമ്പോൾ എല്ലാ ശിക്ഷകളും ഏറ്റുവാങ്ങി മാപ്പ് പറയുന്ന ഒരുത്തൻ, അതാണ് നമ്മൾ രോഹിത്തിനെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവന് ഒരല്പം മറവിയുണ്ടാകുന്നത് നല്ലതാണെന്നും ഉപേന്ദ്രൻ പറയുന്നു. ലേലവീട്ടിൽ വരുന്നവരും വിളിക്കുന്നവരും എല്ലാം നമ്മുടെ ചരടിന്മേലായിരിക്കണം. നമ്മളെ അനുസരിക്കുന്നവർ മാത്രമേ ഈ ലേലസ്ഥലത്തേക്ക് നമ്മൾ കയറ്റി വിടുള്ളൂ. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു ലേലത്തുകയുണ്ട്. അതിനപ്പുറത്തേക്ക് ആര് വിളിക്കാൻ വന്നാലും അതിന് നമ്മളൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്ന് സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, കാര്യങ്ങൾ ഇതുവരെ എന്റെ നിയന്ത്രണത്തിലാണ്. ശാലിനി വീണോ സാമ്പത്തികമായി സത്യഭാമയും വിഷ്ണുവും കടുത്ത ഞെരുക്കത്തിലുമാണ്. പിന്നെ പുറം വിളിക്കാര്, അത് നമ്മുടെ പുതിയ എടിഎമ്മിന്റെ ആളുവഴി അകത്തേക്ക് കയറുക എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്തുകൊണ്ടും കാറ്റ് നമുക്ക് അനുകൂലമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചന്ദ്രബോസ്. ഈ സമയം കാറിൽ രോഹിത് അവിടേക്ക് വരുന്നു. രോഹിത് അവിടേക്ക് വന്നിട്ട് പറയുന്നു, വിഷ്ണു അവൻ അവസാന നിമിഷം വരെ ആ വീടിന് വേണ്ടി പോരാടും, ഒരു സംശയം വേണ്ട. എന്തെടുത്തിട്ട് പോരാടാൻ അതിന് അവന്റെ കയ്യിൽ കൂറയുണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ ഇതിങ്ങനെ നഷ്ടപ്പെടുത്തില്ലായിരുന്നല്ലോ. ഇത് നമ്മൾ തന്നെ വാങ്ങിക്കും. നാളെ നടക്കുന്ന ലേലത്തിൽ നീയാണ് താരം എന്നെ സുസ്മിത പറയുന്നു. നിനക്ക് ഞങ്ങൾ തന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്മാനവും ഇതായിരിക്കും. ഉപേന്ദ്രൻ പറയുന്നു, നീ ഭാഗ്യവാനാണ്. സത്യഭാമയും വിഷ്ണുവും ജീവിക്കേണ്ട സ്വപ്ന ഭവനമാണ് നിനക്ക് സ്വന്തമാകാൻ പോകുന്നത് എന്നൊക്കെ ഉപേന്ദ്രൻ. ചന്ദ്രബോസ് സുസ്മിതയുടെ കയ്യിൽ മദ്യം കൊടുത്തിട്ട് പറയുന്നു, ഇത് രോഹിത്തിന് കൊടുക്കാനായിട്ട്. ഒന്നുമില്ലാത്തവന് ഇപ്പോൾ കിടക്കാൻ സ്വർണ്ണക്കെട്ടിൽ, നടക്കാൻ പരവതാനി. ഇതിൽ പരം ഭാഗ്യം ആർക്ക് വേണം എന്നൊക്കെ ഉപേന്ദ്രൻ പറയുന്നു. സുസ്മിത ആ മദ്യം രോഹിത്തിന് കൊടുക്കുന്നുണ്ട്. രോഹിത് അത് കുടിച്ചു. നീ പോലും അറിയാതെ സമ്പന്നതയുടെ കൊടുമുടി കയറ്റുമെന്ന് പറഞ്ഞത് വെറുതെ അല്ലല്ലോ. ഈ ലേലം കഴിയുമ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് സ്വന്തമാകും. പണം വന്നാൽ പിന്നെ ഈ ലോകത്ത് എന്താണ് രോഹിത്തെ നേടാൻ കഴിയാത്തത്? നമ്മൾ പുതിയ ബിസിനസ് കൂടി അവിടെ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ ഒന്നിനും അവിടെ സ്ഥാനം പിടിക്കാൻ കഴിയില്ല എന്ന് സുസ്മിത പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നു, ഉയർച്ച എല്ലാം പണം എല്ലാം വന്ന് കഴിയുമ്പോൾ വഴി വെട്ടി തെളിയിച്ചു തന്ന ഈ പാവം മലേഷ്യക്കാരനെ മറന്നു കളയരുത്. ഉപകാരം വരുന്നതുവരെ കൂടെ കൂട്ടിയാൽ പോരാ, പണം വരുന്ന വഴികളിലെല്ലാം കൂടെ പിടിച്ചു നിർത്തണമെന്നും ഉപേന്ദ്രൻ. സത്യഭാമയെ തകർക്കാൻ ആദ്യത്തെ അടവും കൊണ്ടുവന്നതല്ലേ? പഴയ ഒരു പ്രണയകഥയുടെ പ്രതികാരമാണെങ്കിലും ആ സമയത്ത് ഞങ്ങൾക്കൊരു നല്ല കച്ചിത്തുരുമ്പായി. ആ കച്ചിത്തുരുമ്പി പിടിച്ചാണ് ഞങ്ങൾ ഇതുവരെ കയറിയത്. എന്തായാലും വിഷ്ണുവിന്റെയും ശാലിനിയുടെയും പുക കാണുന്നതുവരെ നമ്മുടെ ഈ കൂട്ടായ്മ തുടരുമെന്നും ബോസ്. ഇനിയുള്ള ഞങ്ങളുടെ നേട്ടത്തിനൊപ്പം നിങ്ങളുണ്ടാകും കൂടെ തന്നെയെന്നും ബോസ്. മതി, മലേഷ്യയിലേക്കുള്ള മടക്കം ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലും ആക്കിയിട്ടേ ഉള്ളൂ എന്ന് ഉപേന്ദ്രൻ. എല്ലാം നാട് നടക്കുന്ന ലേലത്തെ ആശ്രയിച്ചായിരിക്കുമെന്ന് സുസ്മിത. വീണ്ടും സുസ്മിത രോഹിതിന് മദ്യം കൊടുക്കുന്നു. നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കണമെന്ന് പറയുമ്പോൾ അതിൽ ഒരു സംശയവും വേണ്ട. നാളെ നമ്മൾ സത്യാമ്മയുടെ വീട് ലേലത്തിൽ പിടിച്ചിരിക്കും. ഇത് ദൈവത്തിന്റെ തീരുമാനമാണ്, ഈശ്വരന്റെ കടാക്ഷം. എനിക്ക് നിങ്ങൾ എല്ലാവരും കൂടി തരുന്ന ഈ സ്നേഹ സമ്മാനം ഞാൻ വാങ്ങുക തന്നെ ചെയ്യും, ഉറപ്പെന്ന് പറഞ്ഞ് രോഹിത് ആ മദ്യം കുടിക്കുന്നു. പിന്നെ സ്വന്തമായി മദ്യം ഒഴിച്ചു കുടിക്കുകയാണ് രോഹിത്. ശേഷം ശാലിനിയെ കാണിക്കുന്നുണ്ട്. വിഷ്ണു അവിടേക്ക് വരുന്നു. വിഷ്ണു സത്യയും പപ്പിയും കൊണ്ടാണ് വരുന്നത്. രണ്ടുപേരുടെയും വരവ് കണ്ടാലേ അറിയാം ടീച്ചർ നന്നായി കുടഞ്ഞിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നു. എന്തായി? രണ്ടുപേരുടെ മുഖത്ത് ടീച്ചർ പറഞ്ഞത് നിറഞ്ഞു നിൽക്കുവാണല്ലോ. ശരിക്കും വഴക്കിട്ടു അല്ലേ എന്നൊക്കെ ശാലിനി. വിഷ്ണു അച്ഛനെ വഴക്ക് പറഞ്ഞു കാണും എന്ന്. പഠിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ഹോംവർക്ക് നന്നായി മുടങ്ങാതെ ചെയ്യാനും പറഞ്ഞു എന്നൊക്കെ സത്യയും പപ്പിയും പറയുന്നു. അത് ടീച്ചർ സ്ഥിരം പറയുന്നതല്ലേ, വേറൊന്നും പറഞ്ഞില്ലേ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ പപ്പി പറയുന്നു, പിന്നെ ഞങ്ങളെ മാറ്റി നിർത്തി വിഷ്ണു അച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു. അതെന്താണെന്ന് ഞങ്ങൾ കേട്ടില്ലെന്നും പപ്പി. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ചുള്ള പരാതിയായിരിക്കും. അതിപ്പോൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ലോ. ടീച്ചർ എന്ത് പറഞ്ഞു വിഷ്ണുവേട്ട? രണ്ടുപേരുടെയും പഠന മികവിനെ കുറിച്ച് ടീച്ചർ ഒരു പ്രസംഗം തന്നെ നടത്തിയോ എന്ന് വിഷ്ണുവിനോട് ശാലിനി ചോദിക്കുന്നു. രണ്ടുപേരും പഠിക്കാൻ മോശമാണെന്ന് ടീച്ചർ പറഞ്ഞില്ല, പക്ഷേ വീട്ടിൽ വരുമ്പോൾ രണ്ടുപേരെയും ശരിക്കും ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ആ പരാതി ടീച്ചർക്ക് എന്നും ഉള്ളതാണെന്നൊക്കെ ശാലിനി. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ടീച്ചർക്ക് മുന്നിൽ ചെന്ന് പെട്ടല്ലോ എന്ന് ശാലിനി. രണ്ടുപേരെയും ശരിക്കും ശ്രദ്ധിക്കണമെന്നും പിന്നെ മാർക്ക് കുറഞ്ഞാൽ വിളിപ്പിക്കുമെന്നൊക്കെയാണ് വിഷയം എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി പറയുന്നു, ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഇതുവരെ ഡീൽ ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കാണിക്കണം. അതിന് പക്ഷേ ഫുൾ ടൈം അമ്മയോടൊപ്പം നിന്നാൽ പോരാ, ഞങ്ങളുടെ ഒപ്പവും നിൽക്കണം. എന്നാലേ പഠിത്ത കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ കഴിയും എന്ന് ശാലിനി വിഷ്ണുവിനോട് പറയുന്നു. ഒരു പുഞ്ചിരിയുമായി വിഷ്ണു. ചായ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ശാരദാമ്മ അവിടേക്ക് വന്നു. എല്ലാവരും കൂടി ചായ കുടിച്ചിട്ട് മതി ബാക്കി സംസാരവും.
അങ്ങനെ കുട്ടികളോടും ചായ കുടിക്കാനായി പറയുന്നു. സന്തോഷത്തോടെ അവർ അകത്തേക്ക് കയറുകയാണ്. ശാരദാമ്മയും പോകുന്നു. ശാലിനി അവിടെ ഇങ്ങനെ താറി നിന്നപ്പോൾ എന്റെ വരണില്ലേ എന്ന് വിഷ്ണു ചോദിക്കുന്നു. എന്ന് പറഞ്ഞ് ഒന്ന് ചിരിക്കുകയാണ് ശാലിനി. എന്നാ പിന്നെ വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് സന്തോഷത്തോടെ കയറി ചെന്നു. കുട്ടികൾക്ക് രണ്ടുപേർക്കും പാലൊഴിച്ചു കൊടുക്കുകയാണ് ശാരദാമ്മ. വിഷ്ണുവിന് ചായയും സ്നാക്സും ഉണ്ട് കൂടെ. അതിനിടയിൽ ശാലിനി കുട്ടികളോട് പറയുന്നു, ഇന്നു മുതൽ കൃത്യമായി ഹോംവർക്കൊക്കെ ചെയ്യണം, ഞങ്ങളെ വിളിപ്പിക്കാനിട വരുത്തരുത്. എന്തൊരു കഷ്ടവാ, ഒരു കയ്യബദ്ധം പറ്റിയതാണെന്ന് ഇത്ര തവണ പറഞ്ഞമേ. എന്നെ സത്യം പറയുന്നുണ്ട്. ശരി എന്ന് ശാലിനി. വിഷ്ണു എത്ര വരെ പഠിച്ചു എന്ന് പപ്പി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് കയ്യിലിരുന്ന അച്ചപ്പം അങ്ങ് പെട്ടെന്ന് പൊട്ടിപ്പോവുകയാണ് വിഷ്ണുവിന്റെ. ശാലിനി ഒന്ന് ചുമയ്ക്കുന്നു. വീണ്ടും പപ്പി ചോദിക്കുന്നുണ്ട്, മക്കൾ ഇത് കഴിച്ചേ? വിഷ്ണു അച്ഛൻ ഒരുപാട് അങ്ങ് പഠിച്ചു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിഷ്ണു അച്ഛന് പഠിക്കാൻ പോയത് ഗുണ്ടായിസം കാണിക്കാനായിരുന്നു. അതിൽ 100-ൽ 100 മാർക്ക് വാങ്ങിക്കുകയും ചെയ്തു അല്ലേ എന്നൊക്കെ വിഷ്ണു. എന്നൊക്കെ ശാലിനി പറയുമ്പോൾ ഇങ്ങനെ ഒരു പരുങ്ങലോടെ വിഷ്ണു ഇരിക്കുന്നു. അങ്ങനെ പറഞ്ഞ് എന്നെ കൊച്ചാക്കുകയെന്ന് വേണ്ട, ഇപ്പോഴും സമയം വൈകിട്ടില്ല, വേണ്ടി വന്നാൽ ഞാൻ പഠിച്ചെടുക്കൂ എന്ന് വിഷ്ണു. ട്യൂഷൻ ഫീസ് പുറത്ത് കൊടുക്കണ്ട, ഞാൻ പഠിപ്പിച്ചോളാമെന്ന് ശാലിനി. കൃത്യമായി ക്ലാസ്സിൽ വന്നാൽ മതിയെന്നും ശാലിനി. അത് കൊള്ളാലോ, അപ്പോൾ അച്ഛൻ നമ്മുടെ ക്ലാസ്മേറ്റ് ആകുമെന്ന് സത്യ. ക്ലാസ്മേറ്റ് ആകുന്നതോട് കുഴപ്പമില്ല, ഒന്നിച്ചിരുന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതാതിരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ ശാലിനി പിറുപിറുക്കുന്നുണ്ട്. പിള്ളേരെ 10ലെത്താൻ ഇനി ഒരുപാട് വർഷം എടുക്കുമെന്നും ശാലിനി. ഈ പരിഹാസവാക്കെ വിഷ്ണു ചലഞ്ചായിട്ട് എടുക്കാൻ പോവുകയാണ്. കഴിവെങ്കിൽ ഈ വർഷം തന്നെ ഞാൻ ഈ കടമ്പ ചാടി കിടക്കും, നോക്കിക്കോ എന്ന് വിഷ്ണു. എങ്കിൽ അതൊന്ന് കാണുമല്ലോ എന്ന് പറഞ്ഞ് ശാലിനി കൈ നീട്ടുന്നു. എന്താ പേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ വിഷ്ണു പറയുന്നു, പേടിയോ എനിക്കോ, പറഞ്ഞേ മക്കൾ എന്ന് പറഞ്ഞ് ശാലിനിക്ക് വാക്ക് കൊടുത്തു. വിഷ്ണു അച്ഛൻ എന്തായാലും ജയിക്കണം, ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന സഹായം ഞങ്ങൾ ചെയ്യാമെന്ന് പപ്പി. അച്ഛനെക്കാട്ട് സപ്പോർട്ടായിട്ട് ഞങ്ങളും കൂടെ നിൽക്കാമെന്ന് സത്യം. നിങ്ങളുടെ സഹായം കുറച്ചു മുമ്പേ ടീച്ചറിന്റെ അടുത്ത് നിന്ന് കിട്ടിയതല്ലേ, അച്ഛനെ സന്തോഷമായി. ഈ കാര്യത്തിൽ എന്നെ കളക്ടർ മാഡം സഹായിച്ചോളുമെന്ന് വിഷ്ണു. ഈ നിമിഷം മുതൽ ഈ കളക്ടർ മാഡത്തിന്റെ അനുസരണയുള്ള സ്റ്റുഡന്റായി മാറാൻ പോവാണ് ഞാൻ എന്ന് വിഷ്ണു പറയുമ്പോൾ ശാലിനി ചോദിക്കുന്നുണ്ട്, വിഷ്ണു ഏട്ടാ കാര്യമായി പറയുവാണോ? എന്താ കുഴപ്പം? അങ്ങനെ ഒരു ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടടോ, ശ്രമിച്ചാൽ എല്ലാം നടക്കും. പക്ഷേ ഇപ്പോ എന്റെ മനസ്സിൽ ഒറ്റ ചിന്തയേ ഉള്ളൂ, എന്റെ വീട്. അതിൽ നമ്മളെല്ലാവരും കൂടി താമസിക്കുന്ന ഒരു ചിത്രമുണ്ട് എന്റെ മനസ്സിൽ. എന്റെ അച്ഛൻ വെച്ച വീട്ടിൽ നമ്മുടെ മക്കളോടൊപ്പം താമസിക്കുന്നു. അത് എനിക്ക് നേടിയെടുക്കും ഞാൻ എനിക്ക് വിഷ്ണു പറയുന്നുണ്ട്. ഞാൻ വൈകുന്നില്ല, ഇറങ്ങട്ടെ എന്ന് വിഷ്ണു. ചായം കുടിച്ചു. ഇന്ന് നീ ഓട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്ന് നീ ലോഡും കൊണ്ട് പോകണ്ടേ എന്നൊക്കെ വിഷ്ണു. പിന്നെ കമലൻ ഉള്ളതുകൊണ്ട് രാത്രി ഉറക്കം വരില്ല, പിന്നെ മിണ്ടാതിരിക്കണമെങ്കിൽ വായിൽ സ്റ്റിക്കർ ഒട്ടിക്കണം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. കൂടെ കുട്ടികളും. വിഷ്ണു ഏട്ടാ സൂക്ഷിക്കണേ, ഉറക്കം നന്നായി വരികയാണെങ്കിൽ കുറച്ചു നേരം വണ്ടി നിർത്തി റെസ്റ്റ് എടുത്തിട്ട് വേണം പോകാൻ എന്നൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നു. നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ ശാലിനി വിഷ്ണുവിനോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണോ ഓവർ ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിയാണെങ്കിലും കുറച്ച് കാശുണ്ടാക്കിയേ പറ്റൂ. എന്റെ ത്യാഗം സഹിച്ച് നമുക്ക് ആ വീട് തിരിച്ചു പിടിക്കണം, അത് എൻ്റെ ഒരു വാശിയാണ്, ഞാനത് തിരിച്ചെടുക്കുമെന്ന് വിഷ്ണു. എന്ത് ചെയ്തിട്ടാണെങ്കിലും എന്നൊക്കെ വിഷ്ണു പറയുന്നു. ശേഷം ശാന്തയാണെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുകയാണ്. ശാരദാമ്മ ഹോട്ടലിൽ തന്നെയുണ്ട്. രണ്ടുപേരും അവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് പിള്ളച്ചേട്ടൻ വരുന്നുണ്ട്. എന്താ ശാരദാമ്മയെ, ഗംഭീര തർക്കത്തിലാണല്ലോ എന്നൊക്കെ പിള്ളച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നു. ഈ വഴിക്ക് വന്നിട്ട് കുറെ നാളായല്ലോ എന്നൊക്കെ ശാരദാമ്മയും. പക്ഷേ ഇവിടേക്ക് വന്നത് കുറച്ച് 1-2 പേരെ കാണാനും പിന്നെ ശാരദാമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ചു കുടിക്കാനും ഒക്കെ ആയിട്ടാണ്. പിള്ളച്ചേട്ടൻ അവിടെ ഇരിക്കുന്നു. എനിക്ക് അങ്ങോട്ട് വന്ന് കാര്യങ്ങൾ തിരക്കാൻ കഴിയാത്തത് കൊണ്ടാ, ഒന്ന് വന്നതിന്റെ ക്ഷീണം മാറിയിട്ടുമില്ല. അവിടെ നടക്കുന്ന കാര്യങ്ങൾ പിള്ളച്ചേട്ടൻ കണ്ടില്ലല്ലോ. നിന്റെ ഒന്നും ഔദാര്യം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് സത്യാമ്മ ഇനി പറയാനൊന്നുമില്ല. ആ ലോണിന്റെ കാര്യം ഞാൻ വേണ്ട എന്ന് വെച്ചതും സത്യാമ്മയ്ക്ക് വേണ്ടി സംസാരിച്ചതും പിള്ളച്ചേട്ടൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞ് ചായ കൊടുക്കുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം അവിടേക്ക് വരാൻ ഒരു മടി, മറ്റൊന്നും കൊണ്ടല്ല. എന്നെ സത്യാമ്മ കാണുന്നത് അവരുടെ ആപത്ത് കാലം കണ്ട് ആനന്ദിക്കാൻ ചെല്ലുന്നവരായിട്ടാണ്. ശത്രുക്കളോട് പോലും എനിക്ക് അങ്ങനെ തോന്നില്ല. പിന്നെ എന്റെ മകളുടെ ഭർത്താവിന്റെ വീട്ടുകാരോട് എനിക്ക് അങ്ങനെ തോന്നുമോ? അവരിപ്പോഴും അവരുടെ പ്രതാപകാലത്തെ ചിന്ത കൊണ്ടാണ് ജീവിക്കുന്നത്. ഒരു ബിസിനസ് തുടങ്ങിയാൽ അതേക്കുറിച്ച് അറിവില്ലെങ്കിൽ അറിവുള്ളവരോട് ചോദിക്കണം. അതിന് അഭിമാനമോ പാരമ്പര്യമോ നോക്കേണ്ട കാര്യമില്ല. അത് അറിയില്ലെങ്കിൽ അറിയില്ലെന്ന് പറയാം. അവരുടെ ഈ മനസ്സ് വെച്ച് പലഹാരം ഉണ്ടാക്കുന്ന ബിസിനസ് നടത്തിയാൽ എങ്ങനെ രക്ഷപ്പെടാനാ? മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് 10 പൈസ വാങ്ങത്തുമില്ല എന്നെ പിള്ളച്ചേട്ടൻ അറിയാലോ. 10 ഊണ് കൊടുത്തു തുടങ്ങിയ ഒരു കച്ചവടമാണ്. ആ നിലയിൽ നിന്നാണ് ഞാൻ ഈ നിലയിലെത്തിയത്. അറിയാവുന്നവരെല്ലാം തുടക്ക സമയത്ത് ഞാൻ കാശ് വാങ്ങിയിട്ടുണ്ട്, കൃത്യമായി തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വാങ്ങിച്ചും കൊടുത്തും മിച്ചം കിട്ടുന്നത് നീക്കിവെച്ചും ഒരുപാട് കഷ്ടപ്പെട്ടും മുറുക്കി ഉടുത്തും ഒക്കെയാണ് ഇന്ന് ഈ നിലയിലേക്ക് ഞാനിത് എത്തിച്ചത്. അതുപോലെ സത്യാമ്മയും ഒരുങ്ങിയിറങ്ങുക തന്നെ വേണം, എങ്കിലേ രക്ഷപ്പെടാൻ സാധിക്കൂ എന്നും ശാരദാമ്മ പറയുന്നു. ചോദിക്കാൻ വിട്ടുപോയി, പഴംപൊരി വേണോ എന്ന് ചോദിക്കുന്നു. പഴംപൊരിയും കൊടുക്കുന്നു. ശാരദാമ്മയുടെ സ്വഭാവമല്ല സത്യാമ്മയ്ക്ക്. പിന്നെ പണി അറിയാവുന്ന ഒരു ആത്മാർത്ഥതയുമുള്ള ഒരു പണിക്കാരി കൂടെയില്ല. ഉള്ളതിനാണെങ്കിൽ ജോലി അറിയത്തുമില്ല എന്നൊക്കെ ഇങ്ങനെ പിള്ളച്ചേട്ടൻ പറയുന്നുണ്ട്. സത്യാമ്മയ്ക്കൊപ്പം പണി അറിയാവുന്ന ആരെങ്കിലും വേണം, എങ്കിലേ അവിടെ കാര്യങ്ങൾ നന്നായിട്ട് പോകും. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം പറയട്ടെ,
അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊരു വഴി പറയട്ടെ എന്ന് പിള്ളച്ചേട്ടൻ ആകാംക്ഷയോടെ അത് കേൾക്കുകയാണ് ശാരദാമ്മ. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.